ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിന്ന് വ്യക്തമാക്കണം. സംസ്ഥാനത്ത് ഇന്നിപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ശബരിമല വിഷയമെന്ന് പറയുന്നത്. ഇവിടെ ഇന്ന് പ്രതിപക്ഷം മൂന്നാമത്തെ ദിവസവും ആ വിഷയം ഗൗരവത്തോടു കൂടി സഭയിൽ ചർച്ച ചെയ്യാൻ സമ്മതിക്കാതെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി. മുഖ്യമന്ത്രിയെ പോലും അപമാനിക്കുന്ന വാക്കുകൾ പ്രതിപക്ഷത്തിലെ അംഗങ്ങൾ ഉപയോഗിച്ചു. അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി അദ്ദേഹം നമ്മുടെ നിയമസഭാ ഗേറ്റിൽ വെച്ച പത്രക്കാരെ കണ്ടിട്ട് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് സർ. ആ പ്രസ്താവന യഥാർത്ഥത്തിൽ ഒരു മാനസിക നില തെറ്റിയ ഒരാളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് ഞാൻ കേട്ടത്. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തി മുഴുത്ത് അധികാരത്തിലെത്തുന്നതിന് വേണ്ടി ഏതു തരത്തിലുള്ള നീചപ്രവൃത്തിക്കും താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന മട്ടിലാണ് ഇന്ന് അദ്ദേഹം പുറത്ത് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ഞാനായിരുന്നു സർ. ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണെന്നും ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നും ക്ഷേത്രങ്ങൾ നടത്തുന്നതായിട്ടുള്ള ഭരണസമിതികളുടെ ഉത്തരവാദിത്വം എന്താണെന്നും എല്ലാം തന്നെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നവർ തന്നെയാണ് ഈ സമൂഹത്തിലുള്ളവർ. ദേവസ്വം ബോർഡ് തീരുമാനങ്ങൾ എടുക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആയിരക്കണക്കായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ആ തീരുമാനങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഉദ്യോഗസ്ഥ സംഘമുണ്ട്. അവരെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെയൊന്നും ദേവസ്വം വകുപ്പ് മന്ത്രിക്കോ ദേവസ്വം വകുപ്പിനോ ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് സർ. അദ്ദേഹം ഇന്ന് ഉന്നയിച്ച ആക്ഷേപം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സമനില തെറ്റിയ ഒരാളിൻ്റെ ആക്ഷേപമായിരുന്നു. അദ്ദേഹം പറയുകയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഇടനിലക്കാരനായി നിന്ന് ഒരു കോടീശ്വരന് വിറ്റു എന്ന്. ആ കോടീശ്വരൻ ആരാണെന്ന് കടകംപള്ളിക്ക് അറിയാം, പറയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. സർ, ഒരു രാഷ്ട്രീയ നേതാവ്, അതും നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എത്രമാത്രം അധപ്പതിക്കാം എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമായിട്ട് നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും സർ. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിന്ന് വ്യക്തമാക്കണം. അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വനവാസത്തിന് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. വനവാസത്തിന് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവണം. അദ്ദേഹം സ്വീകരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അധികാര രാഷ്ട്രീയത്തിലെത്തും. സർ, BJPയുമായിട്ട് ചേരുകയാണ് അദ്ദേഹം. സർ, എൻ്റെ നിയോജകമണ്ഡലം കഴക്കൂട്ടമാണ്. കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു BJP നേതാവുണ്ട്. ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പ്രശ്നം വന്ന ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ കടകംപള്ളി സുരേന്ദ്രനാണ് ഇതിൽ ഇടനിലക്കാരനായിട്ട് നിന്നതെന്നോ അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം മന്ത്രി അദ്ദേഹമായിരുന്നു എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അതങ്ങനെ ഏക്കുന്നുണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഈ പ്രചരണമടക്കമുള്ള പ്രചരണങ്ങളിലൂടെ നടത്തുന്നത്. സർ, നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി 1957 EMSൻ്റെ ഗവൺമെൻറ് മുതൽ 2016 പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വരെയുള്ള ഗവൺമെൻറ്റുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ
2016 പിണറായി വിജയൻ്റെ ഒന്നാം ഗവൺമെൻറ്റും ഈ രണ്ടാം ഗവൺമെൻറ്റുമാണ് സർ കേരളത്തിലെ ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെയ്തത്. സർ, എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും സർ, ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങളിൽ വന്നു വീഴുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങൾ വിശ്വാസികൾ അർപ്പിക്കുന്നതായിട്ടുള്ള നയാ പൈസ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നില്ല. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് സർ നമ്മുടെ സംസ്ഥാനത്തിലെ ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവ ആവശ്യങ്ങളായിരുന്നാലും അതുപോലുള്ള മറ്റു കാര്യങ്ങൾക്കും ചെലവഴിക്കുന്നുണ്ടായിരുന്നു. സർ, ഒന്നും രണ്ടും പിണറായി ഗവൺമെൻറ്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഏതാണ്ട് 500ഓളം കോടി രൂപയാണ് സർ ചെലവഴിച്ചിട്ടുള്ളത്. മറ്റൊരു ഗവൺമെൻറ്റും ചെയ്യാത്തൊരു കാര്യമാണ് വിശ്വാസി സമൂഹത്തിന് വേണ്ടിയിട്ട് ഒന്നും രണ്ടും പിണറായി ഗവൺമെൻറ്റുകൾ ചെയ്തിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സർ, എൻ്റെ മണ്ഡലത്തിൽ ഒരു ഇടത്താവളത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് തീയതി കണ്ടിരിക്കുകയാണ്. 10 കോടി രൂപയാണ് സർ സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിച്ച്. മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയാണ് 10 ഇടത്താവളങ്ങൾ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അത് കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴക്കൂട്ടം മഹാദേവർ ക്ഷേത്രത്തിൽ നിർമ്മിച്ച 10 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇടത്താവളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് സമയമായിരിക്കുകയാണ്. സർ, ആ രൂപത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടത്താവളങ്ങളടക്കം നമ്മുടെ സംസ്ഥാനത്ത് അമ്പലങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും സർ, വെട്ടുകാട് മാതൃദേ ദേവാലയമായിരുന്നാലും ഭീമാവള്ളിയിലെ വിശ്വോത്തരമായിട്ടുള്ള മുസ്ലിം ദേവാലയമായിരുന്നാലും അവിടെയെല്ലാം തന്നെ സർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നോട്ടമെത്തിയിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് അവർക്ക് സഹായം നൽകിയിട്ടുണ്ട്. ഇതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നിലപാടെന്നിരിക്കെ സർ, കള്ളനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഗവൺമെൻറ് നടത്തുമ്പോൾ അതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിന് വിധേയമായി അവർ നിയമിച്ചതായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രത്യേക സംഘം ശബരിമലയിൽ നടന്ന തട്ടിപ്പിനെ സംബന്ധിച്ചും കൊള്ളയെ സംബന്ധിച്ചും മോഷണത്തെ സംബന്ധിച്ചും എല്ലാം തന്നെ വിശദമായിട്ടുള്ള പരിശോധന നടത്തുമ്പോൾ യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കുമെന്നുള്ള ഘട്ടത്തിൽ ഇന്ന് ചിലർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. യഥാർത്ഥ കുറ്റവാളികൾ ചില ആളുകളെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ അന്നത്തെ സംഘടനാ നേതാക്കന്മാർ അവരെല്ലാം ജയിലിലാവുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് സർ, അത്തരം കുറ്റവാളികളെ, ഈ കൊള്ള നടത്തിയ കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പുകമറ പരത്തുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. ഇക്കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സർ?